2005 ആദ്യമായി സ്വിഫ്റ്റിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കുന്നത്. അന്ന് തൊട്ട് ഇന്നേ വരെ ഏകദേശം 30 ലക്ഷത്തോളം സ്വിഫ്റ്റ് കാറുകളാണ് ഇന്ത്യയിൽ മാത്രം വിറ്റഴിഞ്ഞത്. അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും സ്വിഫ്റ്റ് എന്ന ഈ മോഡൽ ഇഷ്ടപ്പെടും. ഫാമിലി ആയിക്കോട്ടെ, യൂത്തന്മാരായിക്കോട്ടെ, ലേഡീസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭംഗിയും അതുപോലെ തന്നെ സാമാന്യം ഭേദപ്പെട്ട ഫീച്ചേഴ്സുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. സർവീസും കാര്യങ്ങളൊക്കെ വളരെ പൈസ കുറവായതിൻ്റെ പേരിലും കൂടിയാണ് ഈ സ്വിഫ്റ്റ് എന്ന മോഡലിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ വയ്ക്കുമ്പോഴാണ് 4ാം ജനറേഷനിൽപ്പെട്ട സ്വിഫ്റ്റിനെ മാരുതി സുസുക്കി എന്ന കമ്പനി ഇറക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് ക്യാരക്ടർ ലൈനൊന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളൊരു ബോണറ്റാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിനടുത്ത് തന്നെ സുസുക്കിയുടെ ഒരു എംബ്ലം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ ഡൈനാമിക്കായിട്ടാണ് ഇപ്പോഴത്തെ സ്വിഫ്റ്റിനെ മാരുതി ഇറക്കിയിട്ടുള്ളത്. ബമ്പറിൻ്റെ കാര്യത്തിലും ചെറിയൊരു വ്യത്യാസം മുന്നത്തെ സ്വിഫ്റ്റിനേക്കാൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കട്ടിങ്ങൊക്കെ നല്ല മനോഹരമായിട്ട്, പിന്നെ ഈ ലോഗോ പണ്ട് ഗ്രില്ലിലായിരുന്നു, അതെടുത്ത് മേലെ കയറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ റെഡ് നിറത്തിലുള്ള ഈ ആരോ മാർക്കിൻ്റെ പെയിൻറ്റിങ് വളരെ നല്ല സ്പോർട്ടി ലുക്ക് തോന്നിക്കുന്നതാണ്. അതിൽ സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. നടുക്ക് പിയാനോ ബ്ലാക്കിൻ്റെ ഒരു പെയിൻറ്റിങ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു എയർ ഡാം കാണാം. അതിൻ്റെ പുറകിൽ റേഡിയർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് ഉണ്ട്, എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അടിയിൽ ഒരു അണ്ടർ സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് അതിനെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഞാൻ പിന്നെ വരാം അതിലേക്കൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പിന് ചുറ്റും ഒരു സ്റ്റീലിൻ്റെ ഒരു ക്രോമിയം കൊടുത്തിരുന്ന വളരെ ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തുവന്നാലും വളരെ നല്ല വൃത്തിയുള്ള, വളരെ ഡൈനാമിക് ആയിട്ടുള്ള മുൻവശം. മുമ്പത്തെ സ്വിഫ്റ്റും ഈ സ്വിഫ്റ്റും തമ്മിൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും എന്തൊക്കെയോ ഒരു വ്യത്യാസം നമുക്ക് തോന്നിക്കുന്നുണ്ട്. എന്തായാലും ബമ്പറിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കട്ടിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ആ ലോഗോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രില്ലിൽ നിന്ന് എടുത്ത് മേലെ കയറ്റി വെച്ചേക്കണം, നല്ല ഭംഗിയായി. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡോറിൻ്റെ വൈസർ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ഫിറ്റിങ്സിലാണ്. അതിൻ്റെ ചുറ്റും സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിങ്ങും കൊടുത്തിട്ടുള്ളതാണ്. സൈഡിൽ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിൻ്റെ ഒരു പെയിൻറ്റിങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനിഷിങ് കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ മിററിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാമ്പിൻ്റെ തോല് പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിന് റൂഫ് റെയിൽ ഇല്ല. അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പോട്ടിലൊക്കെ തോന്നിച്ചാണ്. സൺ റൂഫും ഇതിനകത്ത് ഇല്ല. അപ്പോൾ വശങ്ങളിൽ നോക്കുമ്പോൾ ഇതൊക്കെയാണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു ഓവർലാപ്പ് ബ്ലാക്ക് ഫിനിഷിങ്ങോടുകൂടി കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുണ്ട്. അത് ഡോറിൻ്റെ സൈഡിലുള്ള കട്ടിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അവിടെ ഒരു ബീഡിങ് ഉണ്ട്, അത് നല്ല വൃത്തിയോടുകൂടി അതിനെ ഫിറ്റിങ്സ് ചെയ്ത് വെച്ചിട്ട് നല്ല മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട്. 163 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 14 ഇഞ്ചിൻ്റെ റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ സ്റ്റീലിൻ്റെ വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ബേസ് മോഡൽ അതിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു വീൽ കപ്പ് എന്ന് വേണം പറയാനായിട്ട്. നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ ഈ അടിയിലത്തെ ഈ ബ്ലാക്ക് ഈ ഫിനിഷിങ് നല്ല മനോഹരം എന്ന് വേണം പറയാനായിട്ട്. എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ വേറെ മോഡൽസിലൊക്കെ അലോയ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനിലൊക്കെ അലോയ്. നമ്മളിനി പുറകിലേക്ക് വരുമ്പോൾ വാല് പോലത്തെ ഒരു ആൻറ്റിന് അവിടെ തള്ളി നിൽക്കാത്ത ഒരു സ്പോയിലറും അതിൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങും പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡീഫോഗേഴ്സ് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. വൈപ്പറൊന്നും കൊടുത്തിട്ടില്ല, അതും കൂടെ കൊടുക്കാമായിരുന്നു. ഇവിടെയും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിക്കും. എക്സ്ട്രാ ഫിറ്റിങ്സിൽ പെടുന്നതാണ്. പിന്നെ നല്ലൊരു ടൈൽ ഗേറ്റ് എന്നാണ് പറയാനായിട്ട്. LED ലാംപ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്വിഫ്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നതാണ്. സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് ഫിനിഷിങ് മാത്രമാണ്, അതിൽ ലൈറ്റൊന്നുമില്ല.
ഒരു സി ടൈപ്പ് ടൈൽ ഗേറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ബേസ് മോഡലാണ്. ഇതിൽ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടില്ല. അതിനുള്ള ഓപ്ഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ബാക്കിലെ ബമ്പറും ഒരു ചെറിയൊരു കട്ടിംഗ് ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അടിയിലും അണ്ടർ സ്പോയിലർ കൊടുത്തിട്ട് നല്ല ബ്ലാക്ക് ഫിനിഷിങ്ങും റെഡും കൂടെ ചേർത്തിട്ടാണ് അതിനെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സിൽ പെടുന്നതാണ്. അതിൻ്റെ വശങ്ങളിൽ കാണുന്ന ബീഡിങ് നല്ല പതിപ്പിച്ച് നല്ല വൃത്തിയിൽ അതിനങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും അങ്ങനെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ മാത്രം ചെയ്ത് വെച്ചാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മോഡൽ VXi എന്ന ബേസ് മോഡലാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഡോർ വൈസർ, അതുപോലത്തെ ബ്ലാക്ക് ഫിനിഷിങ് എവിടെയൊക്കെ ഉണ്ടോ, പിന്നെ അണ്ടർ സ്പോയിലർ, ബാക്കിലെ സ്പോയിലർ എല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സിൽ പെടുന്നതാണ്. ഈ മിററിൽ കാണുന്ന ഈ ഗ്രാഫിക്സ് വരെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ പെടുന്നതാണ്. അതിന് നമുക്ക് ചാർജ് വരുന്നത് 44,221 രൂപയാണ് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടത്. അത് ഒരു നഷ്ടം ആവില്ല എന്ന് വേണം പറയാണ്ട്. കാരണം നല്ല മനോഹരമായിട്ടാണ് അതിനെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ അതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിനി ഡോറിലേക്ക് വരുമ്പോൾ 90 ഡിഗ്രിയിൽ തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഒരു ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കർട്ടൻ കാണാൻ പറ്റും. എക്സ്ട്രാ ഫിറ്റിങ്സിൽ പെടുന്നതാണ്. കുഴപ്പമില്ലാത്ത ഒരു കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു സ്റ്റീൽ ഫിനിഷിങ് കാണാൻ പറ്റും. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പവർ ലോക്ക്, പവർ വിൻഡോ ബട്ടൺ എന്ന് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. നോർമൽ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു ബ്ലാക്ക് ഫിനിഷും കൂടെ കൂടിയിട്ടുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ, പേപ്പേഴ്സ് കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ഡോറെന്ന് വേണം പറയാനായിട്ട്. തരക്കേടില്ല എന്ന് വേണം പറയാനായിട്ട്. നമ്മളിനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് തീമാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീൽ, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ലെതറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൽ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, വോളിയം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഇറക്കമില്ലാത്തൊരു സ്റ്റിയറിംഗ് വീലാണ് പറയാനായിട്ട്. ഇവിടെ നമുക്ക് വയർലെസ് ഫോണിൻ്റെ ഒരു പെഡൽ സ്വിച്ചസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളോടും കൂടിയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. തരക്കേടില്ലാത്ത ഒരു ഇതെന്ന് പറയാനായിട്ട്. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, ESP സ്വിച്ചസ്, പിന്നെ AC-യുടെ വെൻറ്റുകൾ കാര്യങ്ങൾ, ഡമ്മി സ്വിച്ചസ്. ഇവിടെ നമുക്ക് ബോണറ്റ് വെക്കാനുള്ളൊരു സാധനം, പിന്നെ പെട്രോളിൻ്റെ ക്യാപ്പിൻ്റെ വലിക്കുന്ന സംഭവം. ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു റീഡിങ് ലാമ്പും പിന്നെ നമ്മൾ കാണാറുള്ള പതിവ് കാഴ്ചകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാനിറ്റി മിററും നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നല്ല ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. AC-യുടെ സ്വിച്ചസൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്, AC വെൻറ്റുകൾ, 7 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ല എന്ന് പറയാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷും കൂടി ഇവിടെ ഡാഷ്ബോർഡ് തന്നെയാണ്. കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജറും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഫോണൊക്കെ വയ്ക്കാം. 2 ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ ഗിയർ ലിവർ, ഹാൻഡിൽ, അത്യാവശ്യം എന്തെങ്കിലും ഇട്ട് വയ്ക്കാം. ഇവിടെ ചെറുത പൈസ ഇട്ട് വയ്ക്കാം. പിന്നെ ഹാൻഡ് റെസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതിവിടെ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ചകൾ. തരക്കേടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് പുറകിലത്തെ ഡോറിൽ ഒരു കർട്ടൻ അവൈലബിൾ ആണ്. അത് നന്നായിട്ടുണ്ട്. പിന്നെ സ്റ്റീൽ ഫിനിഷിങ്. ഇവിടെ നമുക്ക് പവർ വിൻഡോയുടെ ബട്ടൺ, ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ, ഇത്ര സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. തരക്കേടില്ല എന്ന് വേണം പറയാനായിട്ട്. ഉള്ളിൽ പുറകിലും ഒരു ബ്ലാക്കിഷാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബെഞ്ച് സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാമെങ്കിലും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് സെൻറ്ററിൽ ഒരു ടണൽ ഉണ്ട്. അത് പൊന്തി നിൽക്കുന്ന പേരിൽ നടുക്കിരിക്കുന്ന ആൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം ഒന്ന് ഇരിക്കാനായിട്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം 3 ആൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാം. കുഴപ്പമില്ല. നമുക്കൊന്ന് കയറി നോക്കാം. കയറുമ്പോൾ നമുക്കറിയാം സ്വിഫ്റ്റിലൊക്കെ അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നതാണെന്ന് അറിയാം. മുന്നത്തെ മോഡലിലൊക്കെ അത്രയും സ്പേസൊക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നതാണ്. പിന്നെ നടുക്കിരിക്കുന്ന ആൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. പുറകിൽ നമുക്ക് ഒന്നും കൊടുത്തിട്ടില്ല. സോക്കറ്റ് കാര്യങ്ങളൊന്നും ചാർജ് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഉള്ളിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നി. നമ്മൾ ഇപ്പുറത്തെ ഡോറിലേക്ക് വരുമ്പോൾ
അപ്പുറത്ത് കണ്ട പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പുറത്തും തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും തരക്കേടില്ലാത്ത ഒരു ഡോർ പാഡാണ് കൊടുത്തിട്ടുള്ളത്. സ്പീക്കേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് പുറകിലേക്ക് ഒന്ന് വന്നാലോ. പുറകിൽ വരുമ്പോൾ അപ്പുറത്ത് കണ്ട പോലെയൊക്കെ തന്നെ ഇപ്പുറത്തും അങ്ങനെയൊക്കെ നിലനിർത്തി പോകുന്നുണ്ട്. കുറച്ചും കൂടെയൊക്കെ ഒന്ന് നന്നാക്കാൻ ഇലക്ട്രോണിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഡിക്കി ഓപ്പൺ ആക്കാനായിട്ട്. അത് ഞെക്കി വിട്ട് ഞങ്ങോട്ട് പൊക്കോളും. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ഫിറ്റിങ്സ് പെടുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രേ എന്ന് വേണം പറയാനായിട്ട്. പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റെപ്പിൻ ടയർ അവൈലബിൾ ആണ്. ജാക്ക് ലിവർ കാര്യങ്ങളൊക്കെ കിട്ടും, കുഴപ്പമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് കയറ്റാൻ പറ്റുന്ന ലഗേജ് കാര്യങ്ങളൊക്കെ കയറ്റാവുന്ന ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. 265 ലിറ്ററാണ് ഇതിൻ്റെ ബോട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബോട്ട് സ്പേസ് അത്യാവശ്യം നാളൊക്കെ കയറ്റാം. നമ്മളിനി എഞ്ചിനിലേക്ക് വരുമ്പോൾ 1.2 ലിറ്ററിൻ്റെ 1197 cc Z12E എന്ന ടൈപ്പ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5700 RPM മാക്സിമം പവർ നമുക്ക് 80.46 bhp ആണ്. പിന്നെ 4300 RPM 111.7 Nm ടോർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. മുന്നത്തെ മോഡലൊക്കെ 4 സിലിണ്ടർ ആയിരുന്നു. പിന്നെ മൈലേജ് എന്ന് കമ്പനി അവകാശപ്പെടുന്നത് 25 കിലോമീറ്ററാണ്. നമുക്ക് എന്തായാലും ഒരു 20-23 പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്ററാണ്. ഇത് പെട്രോൾ വേരിയൻ്റാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി ബ്രേക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ വെൻറ്റിലേറ്റഡ് ഡിസ്കും റിയറിൽ ഡ്രം ബ്രേക്കാണ്. നമുക്ക് എല്ലാ വേരിയൻറ്റിലും 6 എയർ ബാഗും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ നടക്കുന്നത് മരത്താക്കരയിലുള്ള മാരുതി സുസുക്കിയുടെ BRD-യിലാണ് നമ്മൾ വണ്ടി റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതായത് ഇതിൻ്റെ പ്രൈസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VXi എന്ന പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,81,218 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ കണ്ട മോഡലിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ചാർജ് 44,223 രൂപയാണ്. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു സുന്ദരമായ ഒരു വണ്ടി കിട്ടും. എന്തുകൊണ്ടും ഇതിൻ്റെ എക്സ്റ്റീരിയർ വളരെ മനോഹരമായിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഒരു ഇഷ്ടമായില്ല. കാരണം കുറച്ചും കൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്താമായിരുന്നു. പല കാര്യങ്ങളും പല ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താമായിരുന്നു എന്ന് എനിക്കൊരു സ്വന്തമായ അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ മോഡലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടും ഫ്രീക്കന്മാർക്ക് പറ്റിയ ഒരു ഭംഗി തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടി, ഈ സ്വിഫ്റ്റ് എന്ന വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വണ്ടി തന്നെയാണ്. അത് പല കാരണം കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇൻറ്റീരിയർ സ്പേസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ റീസെയിൽ വാല്യൂ കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഭംഗി കൊണ്ടായിരിക്കും. എന്തുകൊണ്ടും ഈ കാണുന്ന മോഡലിൻ്റെ ഈ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് വളരെ സ്പോർട്ടി ആയിട്ടുള്ള, വളരെ എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. പക്ഷേ ഇൻറ്റീരിയർ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിൽ വന്നിരിക്കുന്ന ആക്സസറീസിൻ്റെ ഒരു ബില്ലിൻ്റെ ഒരു ഫോട്ടോ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്, എത്ര കോസ്റ്റാണ് ഞാൻ ഇതിനകത്ത് സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.